ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയൊക്കെയാണ് ഒരു വീക്കെൻഡ് ചിലവഴിക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ എല്ലാ വീക്കെൻഡും ഇതുപോലൊന്നും ആയിരിക്കില്ല, എന്തെങ്കിലും കുറേ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ രാവിലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ ബാൽക്കണിയിൽ നിന്ന് പ്രകൃതി ആസ്വദിക്കുന്നത് കാണാം കേട്ടോ. വീക്കെൻഡ് ആയാലും എല്ലാവരും ലേറ്റായിട്ട് എണീറ്റ്. ബ്രേക്ക്ഫാസ്റ്റിന് എന്ത് വേണം? ദോശയും സാമ്പാറും മമ്മ ഉണ്ടാക്കും. എന്താ ഞാൻ ഉള്ളി സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം അരിഞ്ഞ് ഞാൻ പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കുറച്ച് ഉപ്പും വാരിയിട്ടു കേട്ടോ. എന്നിട്ട് ഞാൻ അതിൻ്റെ പൊടികളെല്ലാം ആഡ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ അടച്ചു വെച്ചു. ഒരു 7 വിസിലാണ് എൻ്റെ കണക്ക് കേട്ടോ. നമുക്കപ്പം മാവൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാം ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഈ മാവ് ഞാൻ അരച്ചതല്ല കേട്ടോ, മുമ്പൊക്കെ ഞാൻ അരയ്ക്കുമായിരുന്നു. പിന്നെ ഈയിടെ കുറച്ച് അസൈൻമെൻറ്റ്സും പിന്നെ എക്സാമൊക്കെ ഉണ്ടായിരുന്ന കാരണം ഞാൻ എൻ്റെ ഒരു നെയ്ബറുണ്ട്, അവർ തമിഴ് ഫാമിലിയാണ്. അവരിതുപോലെ മാവൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ വിൽക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് ഞാൻ വാങ്ങിയതാണേ. നല്ല മാവാണ് കേട്ടോ. ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി കിട്ടാറുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ ക്രിസ്പി ആയിട്ടുള്ള ഒരു ദോശ കഴിക്കാനാണ് കേട്ടോ ഇഷ്ടം. നിങ്ങൾക്കും അങ്ങനെ ആയിരിക്കുമല്ലോ അല്ലേ? അങ്ങനെ ഞാൻ നല്ലോണം നെയ്യൊക്കെ ഒഴിച്ചിട്ടാണ് കേട്ടോ ദോശ ഉണ്ടാക്കിയത്. നല്ല മുരിച്ചെടുത്ത് കൊടുത്തില്ലെങ്കിൽ പിന്നെ നൈന് ഒട്ടും കഴിക്കില്ല. ഫസ്റ്റ് ദോശ നൈനുന് തന്നെ കേട്ടോ കൊടുത്തത്. കാരണം ഇങ്ങനെ വീക്കെൻഡ്സ് ആകുമ്പോഴാണ് നമുക്കിതുപോലെ കുട്ടിക്ക് ഇങ്ങനെ ഫീഡൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത്. അല്ലാത്തപ്പം ഇതൊന്നും ചെയ്യാൻ പോലും സമയം കിട്ടാറില്ല. നൈനു കഴിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ രജുവിന് നല്ല ക്രിസ്പി ദോശ കൊണ്ടു കൊടുത്തു കേട്ടോ. കൊള്ളാമോ? ഗുഡേ ഉള്ളൂ, എക്സലൻ്റേ ഉള്ളൂ. സാധാരണ നമ്മളെപ്പോഴും ഒരുമിച്ചിരുന്നാണ് കേട്ടോ കഴിക്കുന്നത്. പക്ഷേ ഈ ദോശ ഉണ്ടാക്കുമ്പോൾ ഞാൻ ഇതുപോലെ ആദ്യം രജുവിന് ചൂടോടെ ചുട്ട് കൊടുക്കും കേട്ടോ, അല്ലെങ്കിൽ അത് ഭയങ്കര തണുത്തു പോകും. നൈനുൻ്റെ കരച്ചിൽ കേട്ടിട്ടാണ് ഞാൻ റൂമിലേക്ക് വന്ന് നോക്കിയത് കേട്ടോ. അവളുടെ കാല് ഭയങ്കര വേദന എടുക്കണമെന്ന് പറഞ്ഞിട്ട് നല്ല കരച്ചിലായിരുന്നു. ഈ പ്രായത്തിലുള്ള പിള്ളേർക്കൊക്കെ ഈ ഗ്രോയിങ് പെയിൻ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാവും. അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ കരയുന്നത്. പിന്നെ കുറച്ച് മസാജ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ശരിയാവും. അങ്ങനെ എല്ലാവർക്കും ഫുഡൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ നല്ലോണം ക്രിസ്പി ദോശ ഉണ്ടാക്കി കഴിച്ചു കേട്ടോ. ദോശയും സാമ്പാറും അതുപോലെ തന്നെ ഇഡ്ഡലിയും സാമ്പാറും ഒക്കെയാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡ്. കുറച്ച് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും ഡ്രസ്സ് ആയിട്ട് ഗ്രോസറി ഷോപ്പിങ്ങിന് പോകാമെന്ന് വിചാരിച്ചു. എവിടെ പോകുന്നു? ഇറങ്ങി സംഭവം എന്തൊരു ആരിത് എന്തോന്ന്? I have my phone, I have my lipstick, I have my baby. I'm a mama. അങ്ങനെ നമ്മൾ ഗാർബേജ് കളഞ്ഞിട്ടാണ് ഷോപ്പിങ്ങിൽ പോയത്. നേരെ നമ്മൾ പോയത് ഫ്രഷ് കോയിലാണ് കേട്ടോ. സ്ഥിരം നമ്മളിവിടെയാണ് പോകുന്നത്. സൂപ്പർ സ്റ്റോർ ഉണ്ട് തൊട്ടടുത്ത്, പക്ഷേ അവിടെ ഭയങ്കര ക്രൗഡഡ് ആയിരിക്കും. അതുകൊണ്ട് അങ്ങോട്ട് പോകത്തെ. നമ്മൾ എവിടെ പോകണമെന്ന് അറിയില്ലേ? സാധനം വാങ്ങിക്കാൻ. പക്ഷേ എന്താണ് സ്പെഷ്യൽ? ബിരിയാണി. രഞ്ജൻ ചേട്ടൻസ് ബിരിയാണി, രഞ്ജുൻ്റെ കസിൻ്റെ ബിരിയാണി റെസിപ്പിയാണ് നമ്മളിന്ന് എടുക്കാൻ പോണത് അല്ലേ? അതെ. നമ്മളങ്ങനെ കാറ്റൊക്കെ എടുത്തിട്ട് അകത്തേക്ക് കയറാൻ വേണ്ടി പോവാണ്. ഇതിനകത്തിരുന്ന് കഴിഞ്ഞാൽ പിന്നെ നൈനുന് നടക്കണ്ടല്ലോ. ആദ്യമേ തന്നെ ഞാൻ വെജിറ്റബിൾ സെക്ഷനിലേക്കാണ് പോയത്. അവിടെ നിന്ന് പിന്നെ ഞാൻ കൊറിയാൻഡർ ലീവ്സാണ് എടുത്തത്. എന്തായാലും ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കൊറിയാൻഡർ ലീവ്സ് ആവശ്യമാണല്ലോ. അപ്പോഴത്തേക്കും രജു അടുത്ത സൈഡിൽ പോയിട്ട് ടൊമാറ്റോസ് എടുത്തായിരുന്നു. നല്ല നോക്കിയൊക്കെ എടുക്കാൻ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് നല്ലോണമൊക്കെ നോക്കിയിട്ടാണ് എടുത്തത്. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്ത് വീട്ടിൽ ഇഞ്ചി ഇല്ല എന്നുള്ളത്. അങ്ങനെ ഞാൻ ഇഞ്ചി എടുക്കാനായിട്ട് ആ സൈഡിലേക്ക് പോയി കുറച്ച് ഇഞ്ചി വാരി എടുത്തു. പിന്നെ നമ്മൾ പോയത് ചിക്കൻ ഇരിക്കുന്ന സെക്ഷനിലേക്കാണ്. അവിടെ ആകുമ്പോൾ നമ്മൾ ശരിക്കും എക്സ്പയറി ഡേറ്റും അതും ഇതൊക്കെ നോക്കിയിട്ട് എടുക്കാറുള്ളൂ. അങ്ങനെ അവിടെ നമ്മൾ ചിക്കൻ ബ്രസ്റ്റാണ് കേട്ടോ എടുത്തത്. രജു ആണ് ഇതൊക്കെ സെലക്ട് ചെയ്യുന്നത് കേട്ടോ, ഈ ചിക്കൻ ഐറ്റംസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അടുത്ത് നമ്മൾ എടുക്കാൻ പോയത് എഗ്സും യോഗട്ടും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഈ സെക്ഷനിലേക്ക് നമ്മൾ പോയി. അങ്ങനെ നമ്മൾ യോഗട്ട് എടുത്തു. ഞാൻ ആ സമയം കൊണ്ട് എഗ്സും എടുക്കാൻ പോയി. കുറച്ച് വലുതിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അതും എടുത്തിട്ട് ഞാനിങ്ങ് വന്നു. ഇനി അരി എടുക്കാൻ പോകാം. അരി എടുത്തിട്ടില്ല, ബാക്കിയെല്ലാം എടുത്തു. നമ്മൾ ബിരിയാണി വയ്ക്കാൻ സാധാരണ ബാസ്മതി റൈസല്ലേ എടുക്കുന്നത്. അങ്ങനെ ഞാൻ ബാസ്മതി റൈസ് എടുത്തിട്ട് പിന്നെ കൗണ്ടറിലേക്ക് പോയി. അങ്ങനെ ഞാൻ കുറച്ച് ഫ്ലവേഴ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഫ്ലവേഴ്സ് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്. അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി. നൈനും അപ്പോൾ ഭയങ്കര പിണക്കമായിരുന്നു കേട്ടോ. കാലുവേദന എടുക്കാൻ പറഞ്ഞിട്ട് നമുക്ക് ഇത്രയും സാധനങ്ങൾ എടുത്ത് വെച്ചിട്ട് എടുത്തുകൊണ്ട് നടക്കാനൊന്നും പറ്റാറില്ല. ഈ സാധനങ്ങളൊക്കെ പിടിച്ച് നമ്മൾ തിരിച്ച് വീട്ടിൽ വരുമ്പോഴത്തേക്കും തന്നെ ഭയങ്കര ടയർഡാവും കേട്ടോ. പക്ഷേ എന്നാലും നൈനു നല്ല പിണങ്ങിയിരിക്കുകയായിരുന്നു. അത് കാരണം രജു നൈനുവിനെ ഒന്ന് ആശ്വസിപ്പിക്കാനായിട്ട് പോയി. എന്നാലും അത്ര പോരായിരുന്നു കേട്ടോ നൈനുവിന്. നമ്മൾ ചിക്കൻ കട്ട് ചെയ്യുന്ന എന്തിനെന്ന് പറ. ചിക്കൻ കട്ട് ചെയ്യണ തിന്നാൻ.
ഞാൻ വീട്ടിൽ നിൽക്കുന്ന ഡ്രസ്സിലാണ്. ഇവള് കണ്ട ഇവളെ നിങ്ങൾ നിന്നെ കാണിക്കും. എന്ത് ഡ്രസ്സിന് കുഴപ്പം? വീഡിയോയ്ക്ക് വേണ്ടി എടുത്തത്. ഞാൻ അങ്ങനെ വാങ്ങിയ ഫ്ലവേഴ്സ് എല്ലാം ഇങ്ങനെ ഇവിടെയൊക്കെ ഒന്ന് അടുക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. എനിക്കാണെങ്കിൽ ഓറഞ്ച് ഫ്ലവേഴ്സ് ഭയങ്കര ഇഷ്ടമായി. ചുട്ടാ എൻ്റെ ന്യൂ ഫ്ലവേഴ്സ് നോക്ക്. ഇവിടെ വാ. എന്തൊരു വീഡിയോ എടുത്ത്. എൻ്റെ ന്യൂ ഫ്ലവേഴ്സ്. താഴെ കാണിക്കണ്ട. ഇത് നേരത്തെ വാങ്ങിച്ചതാണ്. ഇത് കരിവാടായി. ഇനി ഇത് കരിവാടാകുമ്പോ അടുത്ത വാങ്ങിക്കും. ഇനി ഇതിനെന്ത് ചെയ്യാൻ പോണു? പുഴുകി തിന്നു. അതിൽ വെള്ളം വല്ല കൊടു. അതിന് വെള്ളം വേണ്ടെന്നാണ് അതിൽ പറഞ്ഞത്. പറഞ്ഞത് വെള്ളം വേണ്ടെന്ന്. കാണാനൊക്കെ കൊള്ളാം. അതിന് ഒത്തിരി വെള്ളം ഒഴിച്ചിരുന്നേ എന്തിനു വളം തരാം നോക്കിയാണ്. എല്ലാം കരിവാടായി. കുക്ക് ചെയ്യാം. ഉള്ളി അരി ആദ്യം എന്നാ വേറെന്തെങ്കിലും അരി കഴുകട അരി കഴുകി തരാം. നമ്മൾ ടുഗദർ ഇങ്ങനെ ലവിംഗ്ലി കട്ട് ചെയ്യും. ഞാൻ ഉള്ളി അരിഞ്ഞത് അത്ര ഇഷ്ടപ്പെട്ടില്ല. അങ്ങനല്ല പോലും. എന്നാ പിന്നെ അരിഞ്ഞ് കാണിക്കട്ടെ. ബിരിയാണി റെഡി ആയോ? പിന്നെ ഇന്ന് ഫുൾ കുക്കിംഗ് മിസ്റ്റർ റജുവിന്റെ വക അല്ലേ? നമുക്ക് ബിരിയാണി നോക്കാം. ആരുടെ റെസിപ്പിയാണ്? മിസ്റ്റർ രഞ്ജിത്ത്. രഞ്ജൻ ചേട്ടൻ്റെ റെസിപ്പിയാണ്. നമ്മളുടെ ഓൺ റെസിപ്പി അല്ല. പ്രത്യേകം എടുത്ത് പറയാൻ പറഞ്ഞിട്ടുണ്ട്. രഞ്ജിത്ത് ശശികുമാറിൻ്റെ റെസിപ്പിയാണ്. അങ്ങനെ നമ്മൾ ബിരിയാണി എല്ലാം റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ വേറെ പാത്രത്തിലേക്കാക്കി. എന്നാലേ ചോറ് എല്ലാത്തിലും കൂടെ ഒന്ന് മിക്സായി കിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ലഞ്ച് സ്പെഷ്യൽ. ബിരിയാണി ഉണ്ട്, പപ്പടമുണ്ട്, ബോയിൽഡ് എഗ്സ് ആൻഡ് സാലഡ്. അടിപൊളിയല്ലേ? കണ്ടിട്ട് തന്നെ നല്ല കൊതിയാവുന്നു. കഴിക്കാൻ പോവാണേ. ബിരിയാണി സ്വന്തമായിട്ട് ഉണ്ടാക്കിൻ്റെ സാറ്റിസ്ഫാക്ഷൻ ആണ് കേട്ടോ ആ ഫേസിൽ കാണുന്നത്. കഴിക്കാം അപ്പം നമ്മൾ ചൂടുള്ള ബിരിയാണി ഇങ്ങനെ പ്ലേറ്റിലേക്ക് വിളമ്പി. കൊള്ളാമോ ബിരിയാണി? എനിക്ക് കൊള്ളാം. നിങ്ങൾ തിന്നിട്ട് പറയും. സന്തോഷത്തോടെ പറ, നോക്കട്ടെ. എനിക്ക് കൊള്ളാം. നിങ്ങൾ തിന്നിട്ട് പണീന. ഞാനും ബിരിയാണി വേണ്ടേ? ബിരിയാണി വേണ്ട. കൊള്ളാമോ നോക്കട്ടെ. എന്തായാലും കൊള്ളായിരിക്കും. സൂപ്പർ ബിരിയാണി. അതിന് ബിരിയാണി കഴിക്കും. Papa's eating biryani. You want? നല്ല ടേസ്റ്റ് ഉണ്ട്. Shall I give little bit? നല്ല ടേസ്റ്റ്. സൂപ്പർ ബിരിയാണി. Yeah, Papa. ഇതാണ് രഞ്ജൻ ചേട്ടൻസ് ബിരിയാണി. നമ്മൾ ബിരിയാണിയൊക്കെ നല്ല എരിവോടുകൂടി കേട്ടോ വെച്ചത്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് സ്പൈസി ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. നൈനൂറിന് തീരെ സ്പൈസി ഫുഡ് ഇഷ്ടമല്ലാതൊന്നുമില്ല കേട്ടോ. എന്തായാലും കഴിക്കും കേട്ടോ അത്യാവശ്യം. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കും. എനിക്ക് ബിരിയാണി വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അവളിപ്പോൾ കുറച്ച് ബിരിയാണിയൊക്കെ കഴിക്കുന്നുണ്ട്. അവൾക്ക് എന്തായാലും ആ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടു എന്ന് മനസ്സിലായി. അത് കാരണം കഴിക്കുകയാണേ. ഫുഡൊക്കെ കഴിഞ്ഞ് നമ്മൾ റിലാക്സ് ചെയ്തിരുന്നപ്പോഴത്തേക്ക് ഒരു മൂവി ഇട്ടായിരുന്നു. അത് കുറച്ച് കഴിഞ്ഞപ്പോൾ ബോറടിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത മൂവിയാണ് കേട്ടോ ഇട്ടത്. അത് കഴിഞ്ഞിട്ട് ഈവനിങ് എനിക്കൊന്ന് പുറത്ത് പോകണമായിരുന്നു. Hi guys, today I'm gonna go out because I'm gonna cut my hair because it's too tangled. So that's what we're gonna do. നൈനുവിൻ്റെ ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പീറ്റർ പോൺ മോളിൽ സണ്ണീസ് സലോണിലാണ് കേട്ടോ വന്നത്. അങ്ങനെ അവർ നൈനുവിൻ്റെ മുടി ചന്നം ഭിന്നം വെട്ടി. നല്ലോണം വെട്ടിയായിരുന്നു. പക്ഷേ അവർ സ്ട്രെയിറ്റൻ ചെയ്തായിരുന്നു. അതെനിക്ക് അങ്ങോട്ട് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ എനിക്കൊന്ന് ഒരു വാഷൊക്കെ കഴിയുമ്പോഴത്തേക്കും അവളുടെ നോർമൽ ഹെയർ ആയിട്ട് ഇങ്ങനെ കാണാമായിരിക്കുമല്ലോ. അപ്പോൾ പിന്നെ കുറച്ചുകൂടെ ഭംഗിയുണ്ടായിരിക്കും. എന്നിട്ട് ഞങ്ങളിങ്ങനെ താഴെ വന്നിട്ട് ഒരു ഷോപ്പിൽ വന്നിട്ട് 2 ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ഉടനെ തന്നെ നൈനുവിന് പേ ചെയ്ത ഉടനെ അവൾക്ക് ഇതിടണമെന്ന് പറഞ്ഞു. അങ്ങനെ അതൊക്കെ ഇട്ടിട്ടാണ് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോയത്. പോകുന്ന വഴിയിൽ ആസ് യൂഷ്വൽ മെക്ഡോണൾഡ്സ് കണ്ടു. അവിടെ എത്തിയപ്പോഴത്തേക്ക് അവൾക്ക് ഉടനെ മെക്ഡോണൾഡ്സ് വേണം. എന്ത് കഴിക്കാൻ വന്നു? I'm gonna eat chicken nuggets and french fries. Where are you now? I'm in McDonald's. Okay. അവൾക്ക് ചിക്കൻ നഗറ്റ്സും ഫ്രഞ്ച് ഫ്രൈസും വാങ്ങുന്നതിൻ്റെ കൂട്ടത്തിൽ എനിക്കും ഒരു ലാർജ് ഫ്രൈസ് വാങ്ങിയായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ അവൾ കഴിച്ച് തരുന്നവരെ ഞാനിങ്ങനെ വാങ്ങി നോക്കിയിരിക്കണം. അങ്ങനെ അവൾ നല്ല ഹാപ്പി ആയിട്ട് തുള്ളിച്ചാടി ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. വീടെത്താറായപ്പോഴാണ് ഓർത്തത് കീ എടുത്തിട്ടില്ലെന്ന്. അങ്ങനെ റജുവിനോട് പറഞ്ഞ് ബാൽക്കണിയിൽ നിന്ന് കീ എടുത്തെറിഞ്ഞു തന്നു. അങ്ങനെ നമ്മുടെ വീക്കെൻഡ് ഇതോടെ ഇവിടെ തീരാണ്. അപ്പോൾ ബൈ.